Good evening, dear students. ഇപ്പോൾ നമ്മുടെ സന്തോഷം സഫലമായെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ ഫിസിക്സിൻ്റെ എക്സാം, പൊതുവെ നോറ്റിൻ്റെ എക്സാം വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കുന്നു. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ JEE ചാനലിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ആൻസർ കീ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതേ സെയിം ടൈമിൽ തന്നെ നമ്മൾ നീറ്റിൻ്റെ ബ്രില്യൻ ചാനലിൽ തീർച്ചയായിട്ടും നമ്മൾ ബയോളജിയുടെ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കീ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അതും വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ എക്സാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാം പെട്ടെന്ന് എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ബ്രില്യനിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മെറ്റീരിയൽ ചെയ്തതും എക്സാമിന് ചെയ്തതുമായിട്ടുള്ള സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കീയിലേക്ക് പെട്ടെന്നൊന്ന് പോകാം. First question, the dimensions of ml t raised to minus 2 a raised to minus 2 belongs to. നമുക്ക് 4 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ എനിക്ക് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ml t raised to minus 2 a raised to minus 2 a raised to minus 2 ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. സെൽഫ് ഇൻഡക്റ്റൻസ് മാഗ്നറ്റിക് പെർമിബിലിറ്റി ആണ്. ബാക്കി രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമുക്കറിയാം മാഗ്നറ്റിക് പെർമിബിലിറ്റിയുടെ ഡയമെൻഷൻസ് ആണ് ml t raised to minus 2 a raised to minus 2. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Second question, T1 and T2 be the energy of an electron in the first and second excited state of hydrogen atom. But ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ് അല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. According to the Bohr's model of atom, the ratio of T1 is to T2. The T1, T2 എനർജി ആണ്. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം -13.6/n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റിൻ്റെ റേഷ്യോ T1/T2 എടുക്കുമ്പോൾ നമുക്കറിയാം ഇൻവേഴ്സ് റിലേഷൻ ഓഫ് n² ആണ്. അപ്പോൾ n2/n1² വരും. പിന്നെ നമുക്കറിയാം n1 എടുക്കുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, അത് സെക്കൻഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ n1ൻ്റെ വാല്യൂ 2 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് തേർഡ് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ n2ൻ്റെ വാല്യൂ തീർച്ചയായിട്ടും 3 ആണ്. അപ്പോൾ 3/2² റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9/4. അപ്പോൾ 9:4 ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 വരും. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കണ്ടക്ടർ സെമി കണ്ടക്ടർ ആണ്. ഒന്നിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ അടുത്തതിൽ കുറയുവാണ് നമുക്കറിയാം. അപ്പോൾ ഇൻക്രീസസ് ഫോർ ബോത്ത് ദി കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് തെറ്റാണ്. ഡിക്രീസസ് ഫോർ ബോത്ത് കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ഈസിലി അവോയ്ഡ് ചെയ്യാം. ഇനി ഇൻക്രീസസ് ഫോർ കണ്ടക്ടേഴ്സ് ആൻഡ് ബട്ട് ഡിക്രീസസ് ഫോർ സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. നമുക്കറിയാം സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി തീർച്ചയായിട്ടും കൂടും, റെസിസ്റ്റിവിറ്റി കുറയും. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആണ് ചോദ്യം. അപ്പോൾ സെമി കണ്ടക്ടറിനെ കുറയും, കണ്ടക്ടേഴ്സിന് ഇൻക്രീസ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. നാലാമത്തെ ക്വസ്റ്റ്യൻ, long solenoid of radius 1 millimeter has 100 turns per millimeter. 1 ampere current flows in the solenoid. Magnetic field strength at the center of the solenoid. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ലോങ് സോളിനോയിഡ് μ0 ni ആണ്. μ0 4π × 10⁻⁻⁷. എന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ശ്രദ്ധിക്കേണ്ടത് 100 ടേൺസ് പെർ മില്ലിമീറ്റർ ആണ്. അപ്പോൾ 100/10⁻³ വരും. കറണ്ട് 1 ആംപിയർ ആണ്. ദാറ്റ് ഈസ് 4π × 10⁻² വരും. ദാറ്റ് ഈസ് 12.56 × 10⁻² ആണ് ആൻസർ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് കിട്ടുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, when two monochromatic light of frequency nu and nu/2 are incident, stopping potentials are respectively Vs/2 and Vs respectively. എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. കാരണം എന്തുവാ, ആദ്യം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Vs/2 ഫ്രീക്വൻസി ന്യൂ, രണ്ടാമത് ഫ്രീക്വൻസി nu/2 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Vs. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി കുറയുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കുറയേണ്ടതാണ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ നീറ്റ് എക്സാമിന് മെട്രിക്സ് മാച്ച് ക്വസ്റ്റ്യൻ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, എക്സ് റേസ്, ഇതിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ലെങ്കിൽ ആൻസർ ചെയ്യാൻ. കാരണം റേഡിയോ വേവ്സിനാണ് ഈ തന്നിരിക്കുന്നതിൽ വേവ് ലെങ്ത് ഏറ്റവും മാക്സിമം വരിക.
അപ്പം AM വേവ്സിനോട് അസോസിയേറ്റ് നമുക്ക് 10⁻² വരും. തൊട്ടടുത്ത് മൈക്രോവേവ്സ് ആണ്, നമുക്കറിയാം. മൈക്രോവേവ്സിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്തുള്ള ഹയസ്റ്റ് വാല്യൂ 10⁻² വരും. പിന്നെ ഇൻഫ്രാറെഡ് റേസ് ആണ്. പിന്നെ എക്സ്റേസിനാണ് ഫ്രീക്വൻസി ഏറ്റവും മിനിമം വരിക. അപ്പൊ അങ്ങനെയുള്ള ആൻസർ നോക്കിയാൽ മതി. A2 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ ഡയറക്റ്റ് നമുക്ക് എഴുതാം. ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. നെക്സ്റ്റ് നമുക്ക് 7th ക്വസ്റ്റ്യൻ ആണ്. 2 resistors of resistance 100 ohm and 200 ohm are connected in parallel in an electrical circuit. The ratio of the thermal energy developed in 100 ohm to 200 ohm. ശ്രദ്ധിക്കുന്നത് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് പവറിന് പ്രപ്പോർഷണൽ ആണ്. പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ V²/R എടുക്കണം. സോ H പ്രപ്പോർഷണൽ ടു 1/R ആണ്. അപ്പോൾ 100 ohm to 200 ohm ഹീറ്റ് എനർജിയുടെ റേഷ്യോ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ റേഷ്യോ ആണ് നമുക്കറിയാം. അപ്പോൾ 200/100 2:1 ആണ് നമുക്ക് വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അതും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ I²R ഉപയോഗിക്കരുത്. കാരണം പാരലൽ കോമ്പിനേഷനിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, കറണ്ട് സെയിം അല്ല. നമുക്കറിയാം, നിങ്ങൾ തെറ്റിച്ചില്ലെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 8ാമത്തെ ചോദ്യം. ഇലക്ട്രിക് ലിഫ്റ്റ് വിത്ത് മാക്സിമം ലോഡ് ഓഫ് 2000 kilogram. Lifter plus passenger is moving up with a constant speed of 1.5 meter per second. The frictional force opposing the motion is given. The minimum power delivered by the motor to the lift in watts is. അപ്പോൾ നമുക്ക് ആ ലിഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എടുക്കുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും നമുക്കറിയാം. പിന്നെ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും താഴേക്കാണ്. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് വെറുതെ F എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലെ മുകളിലേക്ക് പോകുന്നു. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലെ മുകളിലേക്ക് പോകണമെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആകണം. അപ്പോൾ നമ്മൾ ആ മുകളിലേക്ക് ഒരു ഫോഴ്സ് F' അപ്ലൈ ചെയ്യണം. ആ അപ്ലൈഡ് ഫോഴ്സ് നമുക്കറിയാം ഈ വെയിറ്റ് പ്ലസ് റെസിസ്റ്റീവ് ഫോഴ്സ് വരും. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് F' ഈസ് ഈക്വൽ ടു mg പ്ലസ് F ആണ്. ഇനി പവർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് മുകളിലേക്ക്, വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി വരും. F' നമുക്ക് mg പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡയറക്റ്റ് 3000 തന്നിട്ടുണ്ട്. V 1.5 ആണ്. മാസിന്റെ വാല്യൂ നമുക്ക് 2000 kilogram, G 10 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. 34500. മനസ്സിലായല്ലോ? 9th question. The peak value of the AC source is equal to. നമുക്കറിയാം വെറുതെ ഒരു AC സോഴ്സ് എന്നാൽ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു V is equal to V0 sin ωt or cos ωt ഫോമിലൊക്കെയാണ് വരിക. V0 പീക്ക് വാല്യൂ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ VRMS is equal to V0/√2 or പീക്ക് വാല്യൂ V0 is √2 times the RMS value of AC source. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The ratio of the radius of gyration of a thin uniform disk about an axis passing through its center and normal to the plane. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്. അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്നു. മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് I1 എന്ന് വിചാരിക്കാം. അടുത്ത ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാസസ് ത്രൂ ദി ഡയമീറ്റർ ആണ്. അപ്പോൾ അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് I2 എന്ന് വിചാരിക്കാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ K is equal to നമുക്കറിയാം √I/m ആണ്. മാസ് ഇവിടെ സെയിം ആണ്. അപ്പോൾ K1/K2 is equal to √I1/I2 വരും. I1 എടുക്കുമ്പോൾ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഫോർ എ സർക്കുലർ ഡിസ്ക് mr²/2. ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ mr²/4 വരും. 4/2ന്റെ √2 is to 1 ആണ് നമുക്ക് ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ റേഷ്യോ അല്ല, √ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ റേഷ്യോ ആണ്. നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തി. ഇപ്പോൾ അടുത്തത് കെമിസ്ട്രിയുടെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീജി സാർ വരുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. കാരണം ബ്രില്യൻ്റ് എക്സാമിനേഷനിൽ നമ്മൾ കണ്ട കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നു. ബ്രില്യൻ്റ് കുട്ടികളെല്ലാം കോൺഫിഡൻ്റ് ആയി ആൻസർ ചെയ്തെന്നുള്ള വിശ്വാസത്തോടെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എൻസൈംസ് ഈസ്. എൻസൈമിനെ പറ്റി ശരി അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. എൻസൈംസ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്, ശരിയാണ്. ലൈക്ക് കെമിക്കൽ കാറ്റലിസ്റ്റ്, എൻസൈം റെഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ബയോ പ്രോസസ്. കാറ്റലിസ്റ്റ് ആണ്, ആക്ടിവേഷൻ എനർജി കുറയ്ക്കും, ശരിയാണ്. എൻസൈംസ് ആർ പോളിസാക്കറൈഡ്, ശരിയല്ല. എൻസൈംസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് ആണ്, പോളിസാക്കറൈഡ് അല്ല. ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ 3. അടുത്തതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, നിങ്ങൾക്കറിയുന്ന ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ദ IUPAC നെയിം ഓഫ് ദ കോംപ്ലക്സ്. IUPAC നെയിം ഓഫ് ദ കോംപ്ലക്സ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മെറ്റീരിയൽ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ
ഇവിടെ സയനൈഡ് എന്ന് പറയുമ്പോൾ -1 ആണ്, 2 സയനൈഡ് ഉണ്ട്, ഇവിടെ ഒരു +1 കൊടുക്കണം. വാട്ടർ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ സിൽവറിന് +1 ആണ് വരാ അല്ലെ. അപ്പൊ 2 സിൽവറിനും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ തന്നെ 2 ഓപ്ഷൻസ് മാഞ്ഞുപോയി. ഇനി ആൽഫബറ്റിക് ഓർഡർ നോക്കണം. ഡൈ അക്വ സിൽവർ 1 ഡൈ സയനൈഡോ അർജന്റേറ്റ്. ഓപ്ഷൻ 4 will be the correct answer. Okay, moving on to next question. Given below are 2 statements. One is labeled as assertion A, പിന്നെ assertion B തന്നിട്ടുണ്ട്. അതിൽ assertion A നിങ്ങൾ നോക്കുക. In a particular point defect an ionic solid is electrically neutral even if few of its cation are missing from its unit cell. ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റുകളെയാണ്. നിങ്ങൾക്കറിയാം അയൺ ഓക്സൈഡിന്റെ എക്സാമ്പിൾ NCERT പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ 2 കൊടുക്കാം നമുക്ക് ഇതിന്. ഓക്കെ, അടുത്തത് ഗഡോലീനിയം ഹാസ് എ ലോ വാല്യൂ ഓഫ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ബിക്കോസ്. എന്തുകൊണ്ടാ ഗഡോലീനിയത്തിന് ലോ വാല്യൂ ആണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിക്ക്? നിങ്ങൾക്കറിയാം ഗഡോലീനിയം ഇതിനു മുമ്പും നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4f7 5d1 6s2 അല്ലെ. ഇതില് 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകേണ്ടത് 4f7 നിന്ന്. 4f7 എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോണിനെ കൊള്ളാവുന്ന എഫ് സബ്ഷെല്ലിൽ പകുതി ആളുകൾ അല്ലെ. സോ അവിടെ എക്സ്ചേഞ്ചുകൾ നടക്കും. ഹൈ എക്സ്ചേഞ്ച് എനർജി ഈസ് ദ കറക്റ്റ് ആൻസർ, ഓർ ഹൈ എക്സ്ചേഞ്ച് എൻതാൽപ്പി ഈസ് ദ കറക്റ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോളിമേഴ്സ് ഈസ് നോട്ട് കറക്റ്റ്. പോളിമേഴ്സിനെ പറ്റി പറയുമ്പോൾ ശരി അല്ലാത്തത് ഏത്? എലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞ പോളിമർ ചെയിൻസ് ആണ്, വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്, ശരിയാണ്. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ശക്തി കൂടിയ ആൾക്കാരാ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പിന്നെ സ്ട്രോങ് ഡൈപോൾ ഫോഴ്സും പഠിച്ചതാണ്. തെർമോപ്ലാസ്റ്റിക്കിനെ നിങ്ങൾക്ക് സോഫ്റ്റ് ആക്കാം, വേണമെങ്കിൽ ഹീറ്റ് ചെയ്താൽ കൂൾ ചെയ്താൽ ഹാർഡാവും, കറക്റ്റ് ആണ്. തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആർ റീയൂസബിൾ അല്ലെ. ശരിയല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ഫ്യൂസ്ഡ് മാസാവും, റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ 4. അടുത്തത് വിച്ച് വൺ ഈസ് നോട്ട് കറക്റ്റ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഫോർ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൾട്ടൺസ് ലോ പറയുന്നത് ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 3 പ്രഷറുകളുടെയും സമ്മാവും, ശരിയാണ്. ഇവിടെ ഈ പ്രഷറിനെ നിങ്ങൾക്ക് PV = nRT ഉപയോഗിച്ച് N1 × RT/V ആക്കി, N2 × RT/V ആയി, N3 × RT/V ആയി, ശരിയാണ് അല്ലേ. അടുത്തത് നോക്കുക. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തോ ഒരു പാകപ്പിഴ ഉണ്ടെന്ന്. നിങ്ങൾ നോക്കുക, ഇതിൽ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്നാ പറഞ്ഞിരിക്കുന്നത്, PI എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ith ഗ്യാസ് എന്നാ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ the state is equal to എന്താ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ എന്നാണ് വരാ ഇക്വേഷൻ അല്ലേ. അതല്ലല്ലോ ഇവിടെ വന്നത്, അതുകൊണ്ട് ഓപ്ഷൻ 3. അടുത്തത് ഇനി വാട്ട് മാസ് ഓഫ് ദ 95% കാൽഷ്യം കാർബണേറ്റ് വിൽ ബി റിക്വയർഡ് ടു ന്യൂട്രലൈസ് 50 milliliter 0.5 മോളാർ HCl സൊല്യൂഷൻ. നിങ്ങൾക്കറിയാം കാൽഷ്യം കാർബണേറ്റും HClഉം തമ്മിൽ റിയാക്ട് ചെയ്യുന്നു അല്ലേ. അതിൽ 1 മോൾ കാൽഷ്യം കാർബണേറ്റിന് റിയാക്ട് ചെയ്യാൻ 2 മോൾ HCl വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മോൾ ഉണ്ട് നോക്കാം. 0.5 × 50 ചെയ്താൽ മതി, അത്രയും മില്ലിമോൾ ആയിരിക്കും. 0.5 × 50 ചെയ്യുമ്പോൾ 25 മില്ലിമോൾ. 25 മില്ലിമോളിന് വേണ്ട കാൽഷ്യം കാർബണേറ്റ് അതിന്റെ പകുതി 12.5 മില്ലിമോൾ അല്ലേ. ഇനി ഈ 12.5 മില്ലിമോൾ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാ? കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ മാസ് 100 ഗ്രാം. അപ്പൊ നിങ്ങൾ ചെയ്യണം 12.5 × 100 ദാറ്റ് ഈസ് 125. അപ്പോൾ ഈ 125നെ നിങ്ങൾ ഈ 125 ഗ്രാം വരണം. പക്ഷെ ഇതിന്റെ 95% പ്യൂരിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പെർസെൻറ്റേജ് 125 × x ചെയ്താൽ 95 × x ചെയ്താൽ 125 × x ചെയ്താൽ 95 കിട്ടണം. സോ പെർസെൻറ്റേജ് പ്യൂരിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ വരാം? ഇറ്റ് വിൽ ബി 1.32. എന്തുകൊണ്ടാ? x = 125/95 അത്രേ പ്യൂരിറ്റി ഉള്ളൂ. ചെയ്തു നോക്കാം. 1.32 ഗ്രാം. സോ ഓപ്ഷൻ 2. ഓക്കെ, അടുത്തത് ദ IUPAC നെയിം ഓഫ് ആൻ എലമെന്റ് വിത്ത് ആറ്റോമിക് നമ്പർ 119. എത്രയോ തവണ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ. 1 ആണെങ്കിൽ ഉൻ എന്നീയം, UE എന്ന സിമ്പൽ. ഓപ്ഷൻ 1.
അടുത്തത് സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 ഉം തന്നിട്ടുണ്ട്. കൊയാഗുലേഷൻ ഓഫ് എ നെഗറ്റീവ് സോളിന്റെ കൊയാഗുലേഷന് വേണ്ടിയിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് യൂസ് ചെയ്യണം. ചാർജ് കൂടുമ്പോൾ കൊയാഗുലേറ്റിംഗ് പവർ കൂടുമെന്ന ഹാർഡി-ഷുൾട്സ് റൂൾ ഓർക്കാം. Al3+, Ba2+, Na+, കറക്റ്റ് ഓർഡർ ആണ്. അടുത്തത് പോസിറ്റീവ് സോളിന്റെ കൊയാഗുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് നെഗറ്റീവ് ചാർജ് കൊളോയിഡ് ആണ്. നെഗറ്റീവ് ചാർജ് കൊളോയിഡിന്റെ പവർ കൂടുമ്പോൾ കൊയാഗുലേറ്റിംഗ് പവർ കൂടും. ഇവിടെ പവർ -1, -2, -3 നേരെ റിവേഴ്സ് ഓർഡർ തന്നു, തെറ്റിപ്പോയി. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റുമാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. pH of the solution containing 50 milliliter each of 0.10 molar sodium acetate. Sodium acetate ഒരു സാൾട്ട് ആണ്, അസറ്റിക് ആസിഡ് ഒരു ആസിഡ് ആണ്. സാൾട്ടും ആസിഡും ചേർന്നാൽ ബഫർ ആകും എന്ന് പഠിച്ചു. pH is equal to equation P of Ka plus log salt by acid. ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 4.57 പ്ലസ് ലോഗ് സാൾട്ട് ബൈ ആസിഡ്. ലോഗ് സാൾട്ടിന്റെ വാല്യൂ, സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ ടേംസ് തന്നിട്ടുണ്ട്. 0.1 ആണ്. 0.1നെ നമുക്ക് 10⁻⁻1 എന്ന് എഴുതാം. സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ തന്നു, ആസിഡിന്റെ കോൺസെൻട്രേഷൻ 10⁻², വെട്ടുമ്പോൾ മുകളിലോട്ട് 10⁻1 വരും. 4.57 പ്ലസ് ലോഗ് 10, ലോഗ് 10 1 ആണ്. സോ 5.57 വിൽ ബി ദ ആൻസർ. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ അതേപോലെ ബാക്കിയുള്ള 10 ഫിസിക്സിന്റെ ക്വസ്റ്റ്യനുമായിട്ട് വിനീഷ് സാർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. നമുക്ക് ഫിസിക്സിന്റെ ബാക്കിയുള്ള ഇനിയുള്ള 11 മുതൽ 20 വരെയുള്ള 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11. If the initial tension on a stretched string is doubled, then the ratio of initial and final speeds of a transverse wave along the string. നമുക്കറിയാം, the speed of transverse wave through a string is directly proportional to the square root of tension acting on the string. ഇവിടെ ടെൻഷൻ എന്ത് ചെയ്യാണ്? ഡബിൾ ആവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്താണ്? ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്പീഡ്സ് V1/V2 എന്താണ്? റൂട്ട് ഓഫ് T1/T2. ഇവിടെ ടെൻഷൻ ഡബിൾ ആവുന്നു എന്നാണ് പറയുന്നത്. സോ T1/T2 എന്താണ്? T1/T2 എന്താണ്? 2T1 ആണ്. സോ വാട്ട് വി ഹാവ് ഇസ് 1/√2. ഏതാണ്? ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 11. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 12. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. മനസ്സിലാക്കുക, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ഡയമെൻഷൻ ഇല്ല, കാരണം ദേ ആർ പ്യുവർ റേഷ്യോസ്. ഒന്ന് റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ്, അടുത്തത് ദി സ്ക്വയർ ഓഫ് the area by square of the radius. രണ്ടും പ്യുവർ റേഷ്യോ ആണ്. അപ്പൊ ഡയമെൻഷൻ ഇല്ല, പക്ഷേ രണ്ടുപേർക്കും യൂണിറ്റ്സ് ഉണ്ട്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ഏതാണ്? SI യൂണിറ്റ് ഏതാണ്? റേഡിയൻസ്. സോളിഡ് ആംഗിൾ ഡെസിറേഡിയൻസ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റ് ആണ്. സോ രണ്ടുപേർക്കും യൂണിറ്റ്സ് ഉണ്ട്, ബട്ട് നോ ഡയമെൻഷൻസ്. ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 12. അടുത്തിലേക്ക് വരാം, 13th വണ്ണിലേക്ക് വരാം. Dioptricsലെ question ആണ്. A biconvex lens has a radii of curvature 20 cm each. If the refractive index of the material of the lens is 1.5, the power of the lens. അപ്പോൾ നമുക്കറിയാം, ഫോക്കൽ ലെങ്ത്തിന്റെ ഒരു ബൈകോൺവെക്സ്, ഒരു ഇക്വികോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഇസ് R/2 × n-1, where n is the refractive index. അപ്പോൾ പവർ ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. That is 2 × n-1 divided by R. So 2 × n-1, 1.5 minus 1, that is 0.5 divided by R has to be in meters, so that the power will be in diopters. So റേഡിയസ് എത്രയാണ്? 20 സെന്റിമീറ്റർ. അതിന് നമുക്ക് 0.2 മീറ്റർ എന്ന് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/0.2 നമുക്ക് 5 ഡയോപ്റ്റർ എന്ന് ഉത്തരം കിട്ടും. ഇറ്റ് ഈസ് ഓപ്ഷൻ 3 അല്ലെ? ബൈകോൺവെക്സ് ലെൻസ് ആണ്, പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആണ്, കൺവെർജിംഗ് ലെൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 14th വണ്ണിലേക്ക് വരാം. When light propagates through a material medium of relative permittivity epsilon r and relative permeability mu r, the velocity of light. നമുക്കറിയാം, the velocity of light in a medium is given by velocity of light in vacuum divided by the refractive index. So that is refractive index ന്റെ expression നമ്മൾ പഠിച്ചിട്ടുണ്ട്. It is root of mu r into epsilon r, refractive index. So ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 14. നമുക്ക് അടുത്തതിലേക്ക് വരാം, 15th വണ്ണിലേക്ക് വരാം.
the displacement time graphs of two moving particles making angles 30 degrees and 45 degree with the x-axis as shown in the figure, ratio of their respective velocities. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്, ഇതിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ റേഷ്യോ v1/v2 എത്രയാണ്? ആദ്യത്തെ ആളുടെ സ്ലോപ്പ് ആദ്യം 30 ഡിഗ്രിയും രണ്ടാമത് 45 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളുടെ സ്ലോപ്പ് tan 30 1/√3, രണ്ടാമത്തെ ആളുടെ സ്ലോപ്പ് tan 45, that is 1. So what we have is 1/√3, option 4, question number 15. അടുത്തതിലേക്ക് വരാം, 16th ക്വസ്റ്റ്യനിലേക്ക് വരാം. An ideal gas undergoes 4 different processes from the same initial state as shown in the figure below. These processes are adiabatic, isothermal, isobaric and isochoric. The curve which represents the adiabatic process പലതവണ പലപ്പോഴായിട്ട് നമ്മുടെ മെറ്റീരിയൽസിലും മോഡൽ എക്സാംസിനും എല്ലാം പല രീതിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ആദ്യത്തെ പ്രോസസ് ഏതാണ്? ഇതെന്തായാലും ഫോർത്ത് പ്രോസസ് എന്തായാലും ഐസോബാറിക് ആണ്, ഇതെന്തായാലും ഐസോകോറിക് ആണ്. അപ്പൊ ബാക്കി രണ്ടെണ്ണേ ഉള്ളൂ അല്ലെ. അവിടെ ഐസോതെർമലും അഡയാബാറ്റിക്കും. അതിനകത്ത് സ്ലോപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ഏതിനാണോ ദാറ്റ് ഇസ് ദി അഡയാബാറ്റിക് പ്രോസസ്. അപ്പോൾ സെക്കൻഡ് വൺ ആണ് നമ്മുടെ അഡയാബാറ്റിക് പ്രോസസ്, തേർഡ് വൺ ഇറ്റ് ഇസ് ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ആൻസർ ഇതാണ് ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 16. അടുത്തതിലേക്ക് വരാം, 17th വൺ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. Statement 1, Biot-Savart law gives the expression for the magnetic field strength of an infinitesimally small current element ideal of a current carrying conductor. വളരെ ശരിയാണ്. ബയോസവാർട്സ് ലോ നമുക്ക് തരുന്നത്, ബയോസവാർട്സ് ലോയിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്മോൾ കറണ്ട് എലമെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. വലിയ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് ബയോസവാർട്സ് ലോ ഉപയോഗിച്ചിട്ട് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഇന്റഗ്രേഷനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ബാക്കി കിട്ടുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഐഡിയൽ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ മാത്രമാണ്. സോ എനിവേ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ബയോസവാർട്സ് ലോ ഇസ് അനലോഗസ് ടു കുളോംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ശരിയാണ്. ഓഫ് ചാർജ് Q with the former being related to the field produced by a scalar source ideal while the latter being produced by a vector source Q. അവിടെയാണ് പ്രശ്നം. അവിടെ ബയോസവാർട്സ് ലോയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് എന്ന് പറയുന്ന ഐഡിയൽ കറന്റ് എലമെന്റ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ കുളോംസ് ലോയിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ചാർജ് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. സോ ദാറ്റ് ഇസ് റോങ്. സോ അസേർഷൻ ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സോ വി ക്യാൻ സേ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 17. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 18th വണ്ണിലേക്ക് പോകാം, 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാനില്ല. ടു ഹോളോ കണ്ടക്ടിംഗ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയൈ R1 and R2 ഹാവിംഗ് ഈക്വൽ ചാർജസ് പൊട്ടൻഷ്യൽ വുഡ് ബി. അപ്പോൾ ചാർജ്ഡ് കണ്ടക്ടിംഗ് സ്ഫിയേഴ്സിന്റെ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലെ. അപ്പൊ ആർക്കാണോ, അപ്പൊ യു ക്യാൻ സീ ദാറ്റ് ദി പൊട്ടൻഷ്യൽ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. ആർക്കാണോ ചെറിയ റേഡിയസ് അയാൾക്കായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. സോ വി ക്യാൻ സേ ദി പൊട്ടൻഷ്യൽ വിൽ ബി മോർ ഓൺ ദി സ്മോളർ സ്ഫിയർ. ഏതിനാണോ ചെറിയ റേഡിയസ് അതിനായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ വരിക. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 18. അടുത്തതിലേക്ക് വരാം, 19th ക്വസ്റ്റ്യനിലേക്ക് വരാം. A body of mass 60 gram experiences a gravitational force of 3 Newton when placed at a particular point. The magnitude of gravitational field intensity at that point. According to the definition of gravitational field intensity, we know that the gravitational field intensity is given by force acting on a unit mass when placed at a particular point. Gravitational force acting on a unit mass. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 3 ന്യൂട്ടൺ ആണ്, മാസ് എത്രയാണ് 60 ഗ്രാം. നമ്മൾ അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റിയാൽ ഇട്ട് 6 × 10⁻², ദാറ്റ് ഇസ് 300/6. നമുക്ക് എത്ര കിട്ടും? വിൽ ഗെറ്റ് ഇറ്റ് ആസ് 50 Newton per kilogram. Okay, so 50 Newton per kilogram. It is option 2, question number 19. അടുത്ത ചോദ്യത്തിലേക്ക് വരാം, 20ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. In a Young's double slit experiment, a student observes 8 fringes in a certain segment of a screen. When a monochromatic light of 600 nanometer wavelength is used, if the wavelength of light is changed to 400 nanometer, then the number of fringes he would observe in the same region. അപ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ ഇദ്ദേഹം ആദ്യം കണ്ട, അതായത് 8 ഫ്രിഞ്ചസ് കണ്ട റീജിയൻ, അതിന്റെ ടോട്ടൽ സൈസ് നമ്മൾ y എന്ന് എടുത്താൽ നമുക്ക് പറയാം y is equal to 8 into β1 എന്ന് പറയാം, where β1 is the fringe width. ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് β1 ആണെങ്കിൽ 8 ഫ്രിഞ്ച് കാണുന്ന ഡിസ്റ്റൻസ് ഇറ്റ് is 8 β1. എന്നാൽ അതേ ഡിസ്റ്റൻസിൽ ഇയാള് വേറൊരു വേവ് ലെങ്ത് ഉപയോഗിച്ചപ്പോൾ എത്ര ഫ്രിഞ്ച് കണ്ടു എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ വേവ് ലെങ്ത് ഉപയോഗിച്ചപ്പോൾ അയാൾ n ഫ്രിഞ്ചസ് കണ്ടുവെങ്കിൽ, ഇതേ ഡിസ്റ്റൻസിൽ n ഫ്രിഞ്ചസ് കണ്ടുവെങ്കിൽ ഡിസ്റ്റൻസ് is equal to n into β2, where β2 is the second fringe width. So we can say
8 beta 1 is equal to n beta 2. We know that the fringe width is proportional to lambda, right? 8 into fringe width is d lambda by small d. Capital D യും small d യും മാറുന്നില്ല, വേവ് ലെങ്ത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. So 8 lambda 1 is equal to n lambda 2. So 8 into 600 is equal to n into 400. യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട രണ്ട് സൈഡിലും നാനോമീറ്റർ തന്നെയാണ്, ക്യാൻസൽ ആയി പോകും. So let us simplify this. നമുക്ക് 4ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 1.5 എന്ന് വരും. So n is equal to 8 into 1.5, that is 12 fringes. Okay, that is question number 20, option 4. ഇനി അടുത്ത കെമിസ്ട്രിയുടെ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് അനൂപ് സാറ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു. സ്റ്റുഡൻസ്, നമുക്ക് 60 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഡൈബറേറ്റ്. നമുക്കറിയാം ഡൈബറിനകത്ത് ബോറോൺ sp3 ഹൈബ്രിഡൈസർ ആണ്. ഇവർ ഈ ഓപ്ഷനകത്ത് both the boron atoms are sp2 hybridized എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കൊണ്ട് ഓപ്ഷൻ 4 ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ second, given below are half cell reaction MnO4 minus plus 8H plus 5 electron gives Mn2 plus 4H2O. Either Mn2 plus bar MnO4 minus equal to minus 1.510 volt. Half O2 plus 2H plus 2 electron gives H2O. E0 O2 bar H2O is equal to plus 1.223 volt. Will the permanganate ion MnO4 minus liberate O2 from water in the presence of an acid? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൊടുത്തിരിക്കുന്ന കൺവേർട്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്കണം. അന്നേരം മൈനസ് 1.510 പ്ലസ് 1.510 ആവും. ഇത് നോർമലി റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെയാണ്. E0 കാത്തോട് E0 ആനോട് സബ്ട്രാക്ട് ചെയ്യണം. സോ AS കിട്ടി E0 സെൽ ഈക്വൽ ടു 0.287 എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ദെൻ given below are two statements. Statement 1, the acidic strength of monosubstituted nitrophenol is higher than phenol because of electron withdrawing group. Nitro electron withdrawing ആയതുകൊണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ഫിനോളിന്റെ acidic strength കൂടും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓർത്തോനൈട്രോഫിനോൾ, മെഥാനൈട്രോഫിനോൾ, പാരാനൈട്രോഫിനോൾ will have the same acidic strength as they have one nitro group attached to the phenolic strength. അല്ല, ഈ 3 ഐസോമേഴ്സിന് ഒരേ acidic strength അല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റും രണ്ടാമത്തേത് ഇൻകറക്റ്റും ആണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ 2 ആണ്. ഓക്കെ, normally statement 1 is correct, statement 2 is incorrect, option 3 ആണ് answer. Then given below are two statements. Statement 1, primary aliphatic amines react to NO2 to give unstable diazonium salt. അത് unstable diazonium salt ആയതുകൊണ്ടാണ് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. Then primary aromatic amines react to NO2 to form diazonium salt which are stable even above 300 Kelvin. അല്ല, 278 Kelvin വരെ മാത്രമേ സ്റ്റേബിൾ ആവത്തുള്ളൂ. 300 ആയി കഴിഞ്ഞാൽ ഫിനോളായിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, രണ്ടാമത്തെ റോങ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is correct but statement 2 is incorrect. Option 3 ആണ് ആൻസർ. Then among the following, which one will have maximum lone pair electron repulsion? ഈ ഓപ്ഷൻ അകത്ത് XCF2 ഉണ്ട്. XCF2 ലീനിയർ ഷേപ്പ് ആണ്. 3 ലോൺ പെയർ ഉണ്ട്. അവിടെയാണ് മാക്സിമം LP റിപ്പൾഷൻ. സോ ഓപ്ഷൻ 4 is the right answer. Then the incorrect statement regarding chirality is S1 reaction yields a 1:1 mixture of both enantiomers. The product obtained by SN2 reaction of alkyl having chirality at the reactive site shows inverse configuration. Enantiomers are superimposed mirror images on each other. തെറ്റാണ്, നോൺ സൂപ്പർ ആണ്. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ 3 is the answer. Then which of the following is suitable to synthesize chlorobenzene? ബെൻസീനിലേക്ക് അൺഹൈഡ്രസ് FeSCl പ്രസൻസ് ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് H മാറിയിട്ട് Cl സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് ഓപ്ഷൻ 1 ആൻസർ ആണ്. ഫിനോൾ അല്ല. ഫിനോൾ ഞാൻ നോർമലി അനലീനിന്നും NaNO2 HCl വെക്കുമ്പോഴാണ് നമുക്ക് നോർമലായിട്ടും ക്ലോറോബെൻസീൻ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ദെൻ മാസ് ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ആൻറ്റാസിഡ്, ആന്റിഹിസ്റ്റമിൻസ്, അനാൽജസിക്സ്, ആന്റിമൈക്രോബിയൽസ്, സാൽവാൾസൺ, മോർഫിൻ, സിമറ്റഡിൻ, സെൽഡൈൻ. ആന്റിമൈക്രോബിയൽ നമുക്കറിയാം ഏതാണ്? സാൽവാൾസൺ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ഡിയുടെ 1 ആണ്. ഡിയുടെ 1. പിന്നെ അനാൽസിക് എന്ന് പറഞ്ഞാൽ മോർഫിൻ ആണ്. അപ്പോൾ സിയുടെ 2 വരും. ഡിയുടെ 1ഉം സിയുടെ 2ഉം. ഓപ്ഷൻ 2 is the answer. ഓക്കെ, ദെൻ ദ ഗിവൺ ഗ്രാഫ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് കൈനറ്റിക്സ് ഓഫ് എ റിയാക്ഷൻ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് വൈയും എക്സും. Y and X axis for zero order and first order reactions respectively are. നമുക്കറിയാം സീറോ ഓർഡറിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് മാറ്റം പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കുറഞ്ഞതനുസരിച്ച് മാറ്റമില്ല. അപ്പോൾ സീറോ ഓർഡറിനകത്ത് Y റേറ്റ് ആണെങ്കിൽ X കോൺസെൻട്രേഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓർഡറിനകത്ത് Y T½ ആണെങ്കിൽ X കോൺസെൻട്രേഷൻ. കാരണം ഫസ്റ്റ് ഓർഡറിനകത്ത് T½ കോൺസെൻട്രേഷനോട് ബന്ധമില്ല. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ദെൻ given below are two statements. One is labeled as assertion A and the other labeled as reason. Assertion ICl is more reactive than I2. അത് ICl ഇന്റർകാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് ICl more reactive ആണ്. ICl bond is weaker than II bond. അതെ, ICl bond weaker bond ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് റിയാക്റ്റീവ് ആയതും പ്ലസ് മൈനസ് ഡെവലപ്പ് ചെയ്തതും. സോ ബോത്ത് A and R are correct and R is the correct explanation of A. Option 1 is the answer. Okay, thank you students. Thank you. Hi students, അപ്പോൾ ഫിസിക്സ് എക്സാം എല്ലാവർക്കും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 21 to 30 ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? കുറച്ച് സമയം കഴിയുമ്പം വെയിറ്റിനെ അപ്ത്രസ്റ്റും വിസ്കസ് ഫോഴ്സും ബാലൻസ് ചെയ്ത് കഴിയുമ്പം എന്താ നെറ്റ് ഫോഴ്സ് 0 ആകും, വെലോസിറ്റി കോൺസ്റ്റന്റ് ആകും. അപ്പോൾ ഈ ഗ്രാഫിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുന്ന ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ആണോ? അപ്പോൾ ആംഗിൾ എത്ര വരും മക്കളെ? അപ്പോൾ ആംഗിൾ ഡെഫിനറ്റ്ലി 90 വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 60 ഹെർട്സ് ദെൻ ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങൾക്കറിയാം ഹാഫ് വേവ് റെക്ടിഫയറിലാണെങ്കിൽ ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഫുൾ വേവിൽ അങ്ങനെയല്ല, ഹാഫ് വേവിലാണെങ്കിൽ ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി 60 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ഔട്ട്പുട്ടിന്റെ ഫ്രീക്വൻസിയും എത്ര തന്നെയാണ് മക്കളെ? 60 ഹെർട്സ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ഗിവൺ ന്യൂക്ലിയർ റിയാക്ഷൻ ദ എലമെന്റ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മൈനസ് അല്ല, ഈ പ്ലസ് ആണ്. അപ്പോൾ പോസിട്രോൺ ആണ്. അപ്പോൾ എന്താണ്? പ്രോട്ടോൺ ആണ് അവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. മക്കളെ ഇവിടെ പോസിട്രോൺ ആണ്, അപ്പോൾ പ്രോട്ടോൺ ആണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അറ്റോമിക് നമ്പർ 1 ഡിക്രീസ് ചെയ്യും. അപ്പോൾ 11 നിന്ന് കുറഞ്ഞ് 10 ആകും. അപ്പോൾ 10, ബട്ട് മാസ് നമ്പർ റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പോൾ മാസ് നമ്പർ 22, ഇവിടെ മാസ് നമ്പർ 22, ഓപ്ഷൻ 3 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ സോപ്പ് ബബിൾ എക്സ്പാൻഡ് ദ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ആണോ? സോപ്പ് ബബിൾ എന്താ മക്കളെ? ഫോർമുല 4s/r ആണ് അല്ലേ? അപ്പോൾ റേഡിയസ് എക്സ്പാൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് കൂടും, അപ്പോൾ പ്രഷർ എന്ത് ചെയ്യും മക്കളെ? കുറയും. സോ ആൻസർ ഡിക്രീസസ് ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 1 മീറ്റർ ആൻഡ് റെസിസ്റ്റൻസ് 1 ohm ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ലൂപ്പിന്റെ സൈഡ് 1 മീറ്റർ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന 1 മീറ്റർ സ്ക്വയർ തന്നെ കിട്ടും. ആണോ? മാഗ്നറ്റിക് ഫീൽഡ് എത്ര മക്കളെ? 0.5 ടെസ്ലയാണ്. ഇഫ് ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡും ഏരിയയും പാരലൽ ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ ലൂപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമുല BA cos തീറ്റ. റെസിസ്റ്റൻസ് നിങ്ങളെ തെറ്റിക്കാൻ തന്നിരിക്കുന്നതാണ്. അപ്പോൾ എത്ര കിട്ടും മക്കളെ? B 0.5 A1 തീറ്റ 0. അപ്പോൾ ആൻസർ ഈസ് 0.5. ആൻസർ ഈസ് 0.5 വെബർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഷെൽ ഓഫ് മാസ് M ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റവും 0 ആയി പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ മക്കളെ? അവന്മാരുടെ മാസസ് 2:2:1 പോകുന്നത്. അപ്പം 2m. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രാഗ്മെന്റ്സ് ഹാവിംഗ് ഈക്വൽ മാസ് ഫ്ലൈ ഓഫ് അലോങ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വിത്ത് സ്പീഡ് v. അപ്പോൾ ഫസ്റ്റ് ആളുടെ മൊമെന്റ് 2mv × i ക്യാപ്പ് എന്ന് എടുക്കാം. സെക്കൻഡ് ആളുടെ മൊമെന്റ് 2mv × j ക്യാപ്പ് എന്ന് എടുക്കാം. എന്തുകൊണ്ടാണ്? അവരുടെ മാസ് 2:2 ആണ്, പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ്. അപ്പോൾ ഐയും ജെയും വരും. ആണോ? ഇനി മൂന്നാമത്തെ ആളുടെ എനിക്ക് അറിയത്തില്ല, അയാളുടെ മാസ് എത്ര? 1 ആണ് റേഷ്യോ. അപ്പോൾ m × v വെക്ടർ എന്ന് എടുക്കാം, അല്ലെങ്കിൽ v' വെക്ടർ എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് v' വെക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ ആൻസർ ഫൈനലി കിട്ടുന്നത് 2√2v ആണ്. കാര്യം ഇതിന്റെ എന്തെടുക്കണം? ഇനി മാഗ്നിറ്റ്യൂഡ് എടുക്കണം. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2√2v ആയിരിക്കും. ഓക്കെ, അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഗിവൺ സർക്യൂട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ 2 p-n ജംഗ്ഷൻസ് ആർ ഈക്വൽ. മക്കളെ അപ്പോൾ ഇവിടെ നോക്കേ, ഇവിടെ രണ്ടും ഫോർവേഡ് ബയസ്ഡ് ആണ്. രണ്ട് ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള ഡയോഡാണ്. അപ്പോൾ ഈ വോൾട്ടേജ് V ആണെങ്കിൽ ഇവിടെയും V/2 കിട്ടും, ഇവിടെയും V/2 കിട്ടും. ആണോ? പക്ഷെ ഇവിടെ ഇവൻ ഫോർവേഡ് ബയസ് ആണ് അല്ലേ മക്കളെ? ഇവൻ എന്താടാ? റിവേഴ്സ് ബയസ് ആണ്. അപ്പോൾ ഇവൻ ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഫുൾ വോൾട്ടേജ് ഇവനെ ക്രോസ് ആ കിട്ടുന്നത്. അപ്പോൾ ഇവനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മക്കളെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ 2 ഡയോഡും ഫോർവേഡ് ബയസ് ആണ് അല്ലേ? ഇവിടെ 2 ഡയോഡും ഫോർവേഡ് ബയസ് ആണ്. അപ്പോൾ രണ്ടിനും ഈക്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ V ആണെങ്കിൽ ഇവിടെയും V/2 കിട്ടും, ഇവിടെയും V/2 കിട്ടും. അപ്പോൾ ആൻസർ എന്താ മക്കളെ? ബോത്ത് സർക്യൂട്ട്സ് A ആൻഡ് C വരും. അപ്പോൾ ആൻസർ ബോത്ത് സർക്യൂട്ട്സ് A ആൻഡ് C വരും. മക്കളെ ഇത് വൺ ഓഫ് ദി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എനർജി ദാറ്റ് വിൽ ബി ഐഡിയലി റേഡിയേറ്റഡ് ബൈ എ 100 kW ട്രാൻസ്മിറ്റർ ഇൻ 1 hour. അപ്പോൾ എനർജിക്ക് നമുക്ക് എന്തെന്ന് കൊടുക്കാം? പവർ ഇൻറ്റു ടൈം കൊടുത്താൽ മതി. പവർ എത്ര? 100 kW ആണ്. അപ്പോൾ 100 × 10⁻³ ആണ്. ടൈം 1 hour ആണ്, 3600 ആണ്. അപ്പോൾ ആൻസർ 36 × 10⁻7 എന്ന് വരും. ഓക്കെ, ആൻസർ 36 × 10⁻7. 2 bodies of 10 kg and 20 kg respectively are connected to the 2 ends of a rigid rod of length 10 meter with a negligible mass. Distance of center of mass. മക്കളെ ഇപ്പോൾ എന്താ ഇത്? XCM ഈസ് ഈക്വൽ ടു എന്താ അപ്ലൈ ചെയ്താൽ മതി? XCM ഈസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ബൈ m1 പ്ലസ് m2 അപ്ലൈ ചെയ്താൽ മതി. ആണോ? നമുക്ക് 10 എന്നുള്ള ദൂരമാണ് വേണ്ടത്, 10 kg എന്നുള്ള ദൂരമാണ് വേണ്ടത്. അപ്പോൾ അതിനെ ഒറിജിൻ ആക്കി വെച്ചാൽ മതി. അപ്പോൾ 10 × 0 പ്ലസ് 20 × 10 ബൈ 10 പ്ലസ് 20 എന്ന് വരും. അപ്പോൾ ആൻസർ എത്ര എന്ന് കിട്ടും മക്കളെ? 20/3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2. അപ്പം നമ്മുടെ അടുത്ത ഡിസ്കഷന് വേണ്ടി കെമിസ്ട്രിയിലെ സജു സാർ വരുന്നതായിരിക്കും. ഹായ് മക്കളെ,
നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ നമ്പർ 71 തൊട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റൻസിലേക്ക് വരാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുക. ഇവിടെ തന്നിരിക്കുന്നതിലെ ഓപ്ഷൻ നമ്പർ 3 നോക്കിയാൽ ഡയമണ്ട് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചതുകൊണ്ട് സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 ആണ്. ബാക്കിയുള്ളതൊക്കെ ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 72 ക്വസ്റ്റനിലേക്ക് വന്നു കഴിയുമ്പോൾ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുക. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുക. ഓപ്ഷൻ നമ്പർ 4ലേക്ക് നേരെ വരാം. ദ ഷേപ്പ് ഓഫ് ദ dxy, dyz ആൻഡ് dxz orbitals are similar to each other and dx square minus y square and dz square are similar to each other എന്നാണ് പറഞ്ഞിരിക്കുക. അങ്ങനല്ല, dx square minus y square dz square സിമിലർ ഷേപ്പ് അല്ല. ഇൻകറക്റ്റ് വൺ ഈസ് ഓപ്ഷൻ നമ്പർ 4 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 73 ആണ്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുക. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനകത്ത് കാണാൻ പറ്റുന്ന ഓപ്ഷൻ നമ്പർ 2ലേക്ക് വരാം. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് K in KO2 ഈസ് +4 എന്നാണ് തന്നിരിക്കുക. അതൊരു സൂപ്പർ ഓക്സൈഡ് ആണ്. ഒരിക്കലും +4 അതിന്റെ ഓക്സിഡേഷൻ പേര് വരില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ, ഇനി 74ലേക്ക് വരാം. 74th ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 74 വിച്ച് ഓഫ് ദ ഫോളോയിങ് PV കർവ് റെപ്രസെന്റ് മാക്സിമം വർക്ക് ഡൺ എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം ഏരിയ ഉള്ള ആളെ നമ്മൾ എടുത്താൽ മതി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 വരും. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 വരും. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് 75 ആണ്. ദ Jadal's method for the estimation of nitrogen can be used to estimate the amount of nitrogen in which one of the following compound ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് അത് അനിലീൻ മാത്രമേ സംഭവിക്കൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 ആണ്. കറക്റ്റ് ആൻസർ ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ്, അനിലീൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് 76ലേക്ക് വരാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് 1ൽ ഹൈഡ്രേറ്റ് തന്നിരിക്കുന്നു, ലിസ്റ്റ് 2ൽ നേച്ചർ ആണ് തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രേറ്റ് തന്നിട്ടുണ്ട്. അത് അയോണിക് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എക്ക് മാച്ച് ആവുന്നത് 4 ആണ്. എക്ക് മാച്ച് 4 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. അത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ബാക്കിയുള്ളത് നോക്കാം. ഇത് GH2 നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമുക്കറിയാം ഇലക്ട്രോൺ പ്രിഷ്യസ് ആണ്. അതുപോലെ തന്നെ സി നമുക്ക് തന്നിരിക്കുന്ന B2H6 ആണ്. B2H6 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അതുപോലെ HF നമുക്ക് തന്നിട്ടുണ്ട്. B2H6 നമുക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, HFന്റെ കേസിൽ നമുക്ക് ഇലക്ട്രോൺ റിച്ച് നമുക്ക് എടുക്കാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആദ്യത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ അത് ആൻസർ കിട്ടുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രേറ്റ് of the group 1611 increases in the order ആണ് തന്നിരിക്കുക. H2 is less than H2S is less than H2SC is less than H2TE എന്നാണ് തന്നിരിക്കുക. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, നേരെ റിവേഴ്സ് ഓർഡർ ആണ് വരിക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരുമ്പോൾ the boiling point of these hydrates increases with the increase in molar mass, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തെറ്റാണ്, അത് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം റോങ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 78ലേക്ക് വരാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഓപ്ഷൻ നമ്പർ 4ൽ O2+ അയോൺ ഈസ് ഡയാമാഗ്നറ്റിക് എന്നാണ് തന്നിരിക്കുക. O2+ അയോൺ ഡയാമാഗ്നറ്റിക് അല്ല, പാരാമാഗ്നറ്റിക് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, ഇനി 79ലേക്ക് വരുമ്പോൾ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുക. അവിടെ സയനോഹൈഡ്രിൻ ചോദിച്ചിട്ടുണ്ട്, അത് HCN ആണ്. അപ്പോൾ എക്ക് മാച്ച് ആവുന്നത് 4 ആണ്. എക്ക് മാച്ച് ആവുന്ന 4 ഉള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളത് ഓപ്ഷൻ നമ്പർ 4 ആണ്. ബാക്കി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അസറ്റാൾ തന്നിരിക്കുന്നു, അപ്പോൾ അസറ്റാൾ ആൽക്കഹോൾ തന്നിട്ടുണ്ട്. അതുപോലെ സി എന്ന് പറയുന്നത് നമുക്ക് ഷിഫ്റ്റ് സ്പേസ് ആണ് തന്നിരിക്കുന്നത്. ഷിഫ്റ്റ് സ്പേസ് 2RNH2 കറക്റ്റ് ആണ്. ഓക്സൈം തന്നിട്ടുണ്ട്, അത് നമുക്ക് NH2OH ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80 ആണ്. വിച്ച് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ നമ്പർ 4 വരും. അതിന്റെ റീസൺ എത്ര മാത്രമേ ഉള്ളൂ, ഇത് കോൺജുഗേറ്റഡ് അല്ല. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുക. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്ത സാർ ഉടനെ എത്തും. ഹലോ മക്കളെ, നമുക്ക് ഈ റയോപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ലൈറ്റ് റേ ഫാൾസ് ഓൺ എ ഗ്ലാസ് സർഫസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 at an angle 60 degree. വാട്ട് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് റേസ് വുഡ് ബി? ഒരു സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലൈറ്റ് ഒരു ഗ്ലാസ് സർഫസിന് മേളിൽ വന്ന് വീഴുന്നുണ്ട്. അവരതിനകത്ത് ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിരിക്കുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 60 എന്ന് കിട്ടും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 60 എന്ന് കിട്ടും. ഈ ലൈറ്റിൻ്റെ ഒരു പാർട്ട് ഗ്ലാസിനകത്തേക്ക് റിഫ്രാക്ട് ചെയ്യും. അവർ ചോദിച്ചിരിക്കുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും തമ്മിലുള്ള ആംഗിളാണ്. ഈ ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റും നമ്മുടെ റിഫ്രാക്റ്റഡ് ലൈറ്റും തമ്മിലുള്ള ആംഗിളാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്.
സേ ദാറ്റ് ആംഗിൾ ഇസ് തീറ്റ. ആ ആംഗിൾ നിങ്ങൾ തീറ്റ നിങ്ങൾ അസ്യൂം ചെയ്യൂ. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് 6 എടുക്കാം. ആ 6 കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് തീറ്റ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മളിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. സോ 1 × sin 60 = റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇസ് ഗിവൺ, ദാറ്റ് ഇസ് ഹൗ മച്ച് √3. സോ √3 × sin r. ഇതങ്ങ് സോൾവ് ചെയ്താൽ sin r = നമുക്ക് 1/2 എന്ന് കിട്ടും. അതായത് r = 30 എന്ന് കിട്ടും. r 30 ആണ്, ഈ ആംഗിൾ 60 ആണ്. സോ തീറ്റ കംസ് ടു ബി 90 ഡിഗ്രി. ഇതിന് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെ പറയാം. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്ത നമുക്ക് വളരെ ഡയറക്റ്റ് ആയ പ്രോബ്ലം ആണ്. ദി റേഷ്യോ ഓഫ് ദി ഡിസ്റ്റൻസസ് ട്രാവൽഡ് ബൈ ഫ്രീലി ഫോളിംഗ് ബോഡി ഇൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സെക്കൻഡ് ആർ ഇൻ ദ റേഷ്യോ. ഇപ്പൊ ഇതിനകത്ത് മക്കളെ ഞാനൊരു കാര്യം അറിയിക്കാൻ വേണ്ടി പോവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നീറ്റിന്റെ കീ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരം വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തവണ കീ പബ്ലിഷ് ചെയ്ത് നമ്മുടെ ബ്രില്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയാണ്, ആ കാര്യം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം മക്കളെ. അതായത് നമ്മളൊരു കല്ല് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കല്ല് ഫസ്റ്റ് സെക്കൻഡിലും, സെക്കൻഡ് സെക്കൻഡിലും, തേർഡ് സെക്കൻഡിലും, ഫോർത്ത് സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗലീലിയോസ് റേഷ്യോ ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലേ? നമ്മുടെ NCERT-യിൽ ഈവൻ നമ്മുടെ 8th-ലും 9th-ലും ബുക്കിലും വരെ ഉള്ളതാണ്. 1:3:5:7 ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മകളെ വളരെ ഡയറക്റ്റ് ആയ പ്രോബ്ലം ആണ്. അതായത് ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ ഡീബ്രോയ് വേവ് ലെങ്ത്തും അതിന്റെ മൊമെന്റവും തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. നമുക്കറിയാം ഡീബ്രോയ് വേവ് ലെങ്ത് ലാംഡ = എന്താണ്? h/p ആണ്. ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/p ആണ്. ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു p ആണ്. p കൂടിയാൽ ലാംഡ കുറയും. അങ്ങനെ ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ഡയറക്റ്റ് ആയ ഒരു പ്രോബ്ലം ആണ്. എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 10 മീറ്റർ ആൻഡ് റേഡിയസ് 10⁻⁻² by √π മീറ്റർ ഹാസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് 10 ohm. ഇവിടെ കോപ്പർ വയറിന്റെ ലെങ്ത് അവർ തന്നിട്ടുണ്ട്. ലെങ്ത് എന്താണ്? 10 മീറ്റർ ആണ്. പിന്നെ അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. നിങ്ങളൊരു സർക്കുലർ ക്രോസ് സെക്ഷനുള്ള സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വയറാണ്. അതിന്റെ റേഡിയസ് എന്താണ്? 10⁻⁻² by √π ആണ്. പിന്നെ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് = 10 ohm ആണ്. പിന്നെ അതിനകത്തുള്ള വയറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് കണ്ടീഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് അവർ പറഞ്ഞിട്ടുള്ളത് 10 volt/meter ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് കറന്റ് ഡെൻസിറ്റി? J ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. J = സിഗ്മ × E. ആ സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി അല്ലേ? അത് നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ അല്ലേ? സോ J = E/ρ എന്ന് എഴുതാം. J = E/ρ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? RA/L ആണ്. RA/L ശരിയല്ല? എല്ലൊക്കെ മേളിലേക്ക് പോയ J = EL/RA എന്ന് കിട്ടും. EL/RA എന്ന് കിട്ടി. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദി ആൻസർ ഇസ് ഓപ്ഷൻ 4, 10⁵ Ampere/m². ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാതെ. അതും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. The angular speed of flywheel moving with uniform angular acceleration changes from 1200 revolution per minute to 3120 revolution per minute in 60 seconds. What is the value of angular acceleration? ഇവിടെ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആംഗുലർ സ്പീഡ് തന്നിട്ടുള്ളത് റവല്യൂഷൻ പെർ മിനിറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ചേഞ്ച് ഇൻ ആംഗുലർ സ്പീഡ് കാണുമ്പോൾ അതിനെ റേഡിയൻ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ആംഗുലർ സ്പീഡ് ബൈ ടൈം ടേക്കൺ. Δω/Δt അല്ലേ? ഇവിടുത്തെ ചേഞ്ച് ഓഫ് ആംഗുലർ സ്പീഡ് എന്താ മക്കളെ വരിക? 3120 - 1200. ഇത് നമുക്ക് 1920 RPM എന്ന് കിട്ടും. ഈ ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയനും 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡുമാണ്. അതുകൊണ്ട് നമ്മൾ RPM റവല്യൂഷൻ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2π/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീൻസ് π/30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1920 × π/30 എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ 64π റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇവിടെ ടൈം എത്രയാണ്? 16 സെക്കൻഡ് ആണ്. സോ ആൽഫ = Δω/Δt. സോ ദാറ്റ് ഇസ് = എത്ര മക്കളെ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നത്? 64π ആണ്. 6π അല്ല, 64π ആണ്. 64π/16. സോ ദി ആൻസർ ഇസ് ഹൗ മച്ച്? ആൻസർ ഇസ് 4π റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കിയേ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നല്ല ഡയറക്റ്റ് ആയ പ്രോബ്ലം ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 900 picofarad ചാർജ്ഡ് ഫുള്ളി ബൈ 100 volt ബാറ്ററി ബി എസ് ഷോൺ ഇൻ ദ ഫിഗർ.
then it is disconnected from battery and connected to another uncharged capacitor of capacitance 900 picofarad as shown. What is the final electrostatic energy of system? നമ്മൾ ചാർജ്ഡ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് അൺചാർജ്ഡ് കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ടാണ്. സ്വാഭാവികമായും ഇവർ ചാർജ് ഷെയർ ചെയ്യും. ഈ സിസ്റ്റത്തിന്റെ രണ്ട് കപ്പാസിറ്ററിന്റെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നത് വരെ ചാർജ് ഷെയർ ചെയ്യും. ആ ഒരു കോമൺ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2 അല്ലേ? ഇവിടെ C1ന്റെ വാല്യൂ C ആണ്, V1 V ആണ്. സെക്കൻഡ് കപ്പാസിറ്റർ ഇനിഷ്യലി അൺചാർജ്ഡ് ആണ്, അപ്പോൾ V2 എന്താണ്? 0 ആണ്. സോ C ഇൻറ്റു 0 ബൈ C പ്ലസ് C എന്ന് വരും. ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് V ഡാഷ് ഈക്വൽ ടു എന്താ മക്കളെ കിട്ടുക? V ബൈ 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? V ഡാഷിന്റെ വാല്യൂ V ബൈ 2 എന്ന് കിട്ടി. ഫൈനലി രണ്ട് കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും V ബൈ 2 ആണ്. അപ്പൊ ഈ ഫൈനലി സിസ്റ്റത്തിന്റെ എനർജി നമുക്ക് എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു C ഇൻറ്റു V ബൈ 2 ഹോൾ സ്ക്വയർ. അങ്ങനെ രണ്ട് കപ്പാസിറ്റർ ഉണ്ട്, സോ ഇൻറ്റു 2. അതൊക്കെ സോൾവ് ചെയ്താൽ മക്കളെ നമുക്ക് CV സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. നമ്മളെ ഡാറ്റാസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ 2.5 ഇൻറ്റു 10⁻⁻⁶ ജൂൾ എന്ന് വരും. ഓക്കെ, അതിനകത്ത് സിന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. C എത്രയാണ്? 900 പൈക്കോഫാരഡ് ആണ്. പിന്നെ ഇനിഷ്യലി പൊട്ടൻഷ്യൽ എന്തായിരുന്നു? 100 വോൾട്ട് ആണ്. അപ്പൊ സിക്ക് നിങ്ങൾ 900 ഇൻറ്റു 10⁻⁻12 എന്നും പിന്നെ വിന്റെ വാല്യൂ 100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് മക്കളെ ആൻസർ കേട്ടോ. 2.25 ഇൻറ്റു 10⁻⁻⁶ ജൂൾ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അതിനകത്ത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇവിടെ ഔട്ട്പുട്ട് കാണണം. ഇവിടെ ഇങ്ങനെ മക്കളെ കുറെ ഗേറ്റ്സ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് A ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇൻപുട്ട്. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടെ A വരും, ശരിയല്ലേ? ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ A ബാർ വരും. ഇത് B ആണ്, ഇവിടെ B വന്നു, ശരിയല്ലേ? പിന്നെ B ഇതാണ്ട് എങ്ങനെ പോയി? ഇവിടെ B വന്നു. ഇതേതാ ഗേറ്റ്? ആ ഗേറ്റ് ഒന്ന് നോക്കിയാൽ NAND ഗേറ്റ് അല്ലേ? അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ANB ബാർ ആണ്. ANB ബാർ ആണ്. പിന്നെ ഇതും എന്താണ്? ഒരു NAND ഗേറ്റ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? അതിന്റെ ഔട്ട്പുട്ട് A ബാർ ആൻഡ് B ഓൾ ബാർ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി മക്കളൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ANB ബാർ അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ A ബാർ ഓർ B ബാർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ A ബാർ ആൻഡ് B ഓൾ ബാർ ആണ്. അത് സോൾവ് ചെയ്ത A ബാർ ഓർ B ബാർ എന്ന് വരും. A ബാർ എന്താണ്? A ആണ്. A ഓർ B ബാർ എന്ന് കിട്ടി. ഇതേതാ ഗേറ്റ്? ഈ കാണിച്ചിരിക്കുന്ന ഗേറ്റ് ഏതാണ്? ഒരു AND ഗേറ്റ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Y ഈക്വൽ ടു A ബാർ ഓർ B ബാർ ആൻഡ് A ഓർ B ബാർ എന്ന് വരും. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ A ബാർ ആൻഡ് A ബാർ ആൻഡ് A 0 അല്ലേ? 0 ഓർ A ബാർ B ബാർ ഓർ B ബാർ A ഓർ B ബാർ ആൻഡ് B ബാർ, ദാറ്റ് ഇസ് B ബാർ. നിങ്ങൾ തന്നിരിക്കുന്ന ഓരോ ഇൻപുട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. ഇതിന്റെ ആൻസർ മക്കളെ വരുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്തായിട്ട് മക്കളെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, പക്ഷേ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പ്രൊജക്ടൈൽ മോഷനിൽ അവർ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുള്ളത് ഇനിഷ്യൽ വെലോസിറ്റി വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. എ ബോൾ ഇസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ ഡയറക്ഷൻ. അതായത് ഇനിഷ്യൽ വെലോസിറ്റി വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര വരെ? 30 എന്ന് വരും. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി ഇസ് ഹൗ മച്ച്? 10 മീറ്റർ പെർ സെക്കൻഡ്. എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി സ്പീഡ് അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ടൈൽ? ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ആൻസർ എന്താണ്? 10 cos 30 ആണ്. ഇവിടെ വെലോസിറ്റി എന്താണ്? 10 cos 30, അതായത് 10 ഇൻറ്റു √3/2. മക്കളെ ആൻസർ 5√3 എന്ന് വരും. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഇനി അടുത്തതും ഒരു ഡയറക്റ്റ് ആയ പ്രോബ്ലം ആണ്. What volume is occupied by molecules contained in 4.5 kilogram of water at STPs, means standard temperature and pressure, if the intermolecular forces vanish away? ഇവിടെ അതിന്റെ മാസ് മക്കളെ തന്നിട്ടുണ്ട്. 4.5 കിലോഗ്രാം ആണ്, അതായത് 4500 ഗ്രാം എന്ന് വരും. ഓക്കെ, നമുക്കറിയാം ഈ വെള്ളത്തിന്റെ കേസിൽ മോളാർ മാസ് H2O 18 ഗ്രാം അല്ലേ? സോ നമ്പർ ഓഫ് മോൾസ് എത്ര? എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. അതായത് മക്കളെ 4500 ഡിവൈഡഡ് ബൈ 18, ഇത് 250 എന്ന് വരും. സോ നമ്പർ ഓഫ് മോൾസ് 250. STPയിൽ ഒരു മോൾ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം 22.4 ലിറ്റേഴ്സ് ആണ്. സോ നമ്മുടെ 250 മോൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്ര മക്കളെ വരിക? 250 ഇൻറ്റു 22.4 ഇൻറ്റു ദിസ് മച്ച് ലിറ്റേഴ്സ്.
പക്ഷെ അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇൻറ്റു എന്താണ് 10⁻³ മീറ്റർ ക്യൂബ്. ഇത് നിങ്ങളങ്ങ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 5.6 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി മക്കളെ ഒരു തിയറി ബേസ്ഡ് നമ്മുടെ NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറയും. NCERT വായിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അസേർഷൻ എന്ന് വായിക്കാം. ദി സ്ട്രെച്ചിങ് ഓഫ് എ സ്പ്രിംഗ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഷിയർ മോഡുലസ് ഓഫ് മെറ്റീരിയൽ ഓഫ് സ്പ്രിംഗ്. നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചതാണ്. ആ അസേർഷൻ മക്കളെ കറക്റ്റ് ആണ്. സ്ട്രെച്ചിങ് ഓഫ് സ്പ്രിംഗ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഷിയർ മോഡുലസ് ഓഫ് മെറ്റീരിയൽ ഓഫ് സ്പ്രിംഗ്. ഓക്കെ അല്ലേ? എന്നാൽ നിങ്ങൾ അടുത്ത റീസൺ ഒന്ന് നോക്കിയേ. A coil of spring of copper has more tensile strength than a steel spring of same dimension. അത് തെറ്റല്ലേ? ഈ സ്റ്റീലിനല്ലേ നമ്മുടെ കോപ്പറിനെക്കാളും ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതൽ? ഈ ഒരു റീസൺ മക്കളെ തെറ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വിനീത് സാർ വരുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് റീസൺ തെറ്റാണ്, അസർഷൻ ശരിയാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് സുമേഷ് സാർ കെമിസ്ട്രിയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് മസ്റ്റായിട്ട് സന്ദർശിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 81ലേക്ക് വരാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 81, ക്വസ്റ്റ്യൻ നമ്പർ 81. At 298 Kelvin, the standard electrode potential of Cu2 plus bar Cu, Zn2 plus bar Zn, Fe2 plus bar Fe and Ag plus bar Ag are 0.34 volt, minus 0.76 volt, minus 0.44 volt and 0.80 volt respectively. On the base of standard electrode potential, predict which of the following reaction cannot occur. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? എ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ എന്നതാണ് ഇതിന്റെ ആൻസർ. അല്ലെങ്കിൽ നമുക്കറിയാം എലമെന്റ്സ് വിത്ത് എന്താണ് ലോവർ SRP സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിസ്പ്ലേസ് എലമെന്റ്സ് വിത്ത് ഹയർ SRP ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. സോ നമ്മുടെ 81ന്റെ ആൻസർ ഡെഫിനറ്റ് ആയിട്ട് ഓപ്ഷൻ എന്ത് തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 82 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. RMgx plus CO2 ഡ്രൈ ഈതർ. നമുക്കറിയാം ഇന്റർമീഡിയറ്റ് ഏതാണ് അവിടെ ഫോം ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. കുട്ടികൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് എന്തായിരിക്കും? RCOO അല്ലേ? പിന്നെന്തുണ്ട്? Mg plus and X minus. ഇതാണ് ഇന്റർമീഡിയറ്റ്. എന്താ സംഭവിക്കാം? ആസിഡ് ഹൈഡ്രോളിസ് ഗീവ്സ് RCOH. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് 100% ഷുവർ ആയിട്ട് എഴുതാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നെക്സ്റ്റ് 83, 1 molar solution of that contains 0.5 moles of a solute, then there is. ഇതും ഒരു വളരെ എളുപ്പമുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം മൊളാലിറ്റി M is equal to what? Number of moles into weight of solvent എന്ന് നമുക്കറിയാം. മൊളാലിറ്റി തന്നിട്ടുണ്ട് 1 molar, that is equal to 1 molar, and number of moles is equal to 0.5 mole, and weight of solvent in kilogram ആണ് മക്കളെ. So WA, weight of solvent in kilogram. So weight of solvent is equal to 0.5 kilogram. So answer is 500 grams. ശരിയല്ലേ? 500 gram എന്ന് 500 gram ഓഫ് സോൾവെന്റ് എന്ന് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ഈസ് 84. ക്വസ്റ്റ്യൻ നമ്പർ 84 ആണ്. 84 പറയുന്നത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. അപ്പോൾ 2 ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ലിഥിയം സോഡിയം KOH CS, അതുപോലെ തന്നെ അബ്സോർബൻ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെൽസ്, കൂളന്റ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ഷൻസ്, ഫോട്ടോ ഇലക്ട്രിക് സെൽ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൻസർ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. A എന്ന് പറയുന്നത് ലിഥിയം, എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ശരിയല്ലേ സെൽസ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് കൂളന്റ് അല്ലെ, ലിക്വിഡ് സോഡിയം കൂളന്റ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ഷൻ ആണ്. സി എന്ന് പറയുന്നത് എന്തായിരിക്കും ആൻസർ? അബ്സോർബൻ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഡി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഡി, ദാറ്റ് ഈസ് സീഷ്യം. അറിയാലോ, സീഷ്യം ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് സെൽ. സോ ഡെഫിനറ്റ് ആയിരുന്നു നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. എസ് ബ്ലോക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, ദെൻ 85ഉം വളരെ എളുപ്പമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. 85 നമ്മളോട് പറയുന്നത് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഹയർ ദാൻ ഹൈഡ്രോകാർബൺസ് ഓഫ് കമ്പാരബിൾ മോളിക്കുലാർ മാസസ് ബിക്കോസ് ഓഫ് വീക്ക് മോളിക്കുലാർ അസോസിയേഷൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഡ്യൂ ടു ഡൈപോൾ ഇന്ററാക്ഷൻ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആൽഡിഹൈഡ്സിന്റെ കീറ്റോണിന്റെ കേസിൽ ഇന്റർമോളിക്കുലാർ
interaction, dipole interaction ആണ്. And the reason പറഞ്ഞിരിക്കുന്നത് statement 2 പറഞ്ഞിരിക്കുന്നത് the boiling point of aldehydes and ketones are lower than the alcohols of similar molecular mass due to the absence of hydrogen bonding. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം boiling point of aldehydes ketones എന്ന് പറയുന്നത് ആൽക്കോൾസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. കാരണം ആൽക്കോൾസിനകത്ത് എന്തുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ശരിയല്ലേ? ഈ പറഞ്ഞ ആൽഡിഹൈഡ്സിന്റെ കേസ് നമുക്ക് അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ 85ന്റെ ആൻസർ ഓപ്ഷൻ 1 എന്ന് പറയാൻ പറ്റും. 85ന്റെ ആൻസർ ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ഓർഡർ ഓഫ് എനർജി അബ്സോർബ്ഡ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് കോംപ്ലക്സ്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. NaH2O twice En twice 2 plus, NaH2O 4 times En 2 plus and NaEn thrice 3 plus. നമുക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. The strength of ligand is directly proportional to the color absorbed. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ലിഗാൻഡിന്റെ സ്ട്രെങ്ത് ഇവിടെ നോക്കുക. ലിഗാൻഡിന്റെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ EN ഉണ്ട്, H2 എന്ന് പറയുന്ന വീക്കായിട്ട് പൊതുവേ കോമൺ ആയിട്ട് വീക്കാണ്. അതുപോലെ തന്നെ EN ഉണ്ട്, ഇവിടെ EN H2O 4 times ഉണ്ട്, ഇവിടെ EN thrice ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഏറ്റവും കൂടുതൽ EN thriceന്റെ കേസിലാണ്. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആര് തന്നെയാണ്? നമ്മുടെ ഈ C തന്നെയാണ് ആദ്യം നമുക്ക് പറയാൻ പറ്റുക. അതിനുശേഷം പിന്നീട് 2 EN ഉള്ള അല്ലെ സ്ട്രോങ് ലിഗാൻഡ് കൂടുതലുള്ള ഏത് പറയാൻ പറ്റും? നമുക്ക് A പറയാൻ പറ്റും. അതിനുശേഷം ഒരു സ്ട്രോങ് ലിഗാൻഡ് ഉള്ള എന്ത് പറയാം? EN പറയാം. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് പ്രൊപ്പോർഷണൽ ടു വാട്ട് കളർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തേർഡ് പറയാൻ പറ്റും. സോ 86ന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഓപ്ഷൻ 3 തന്നെ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക 3 ഗ്രേറ്റർ ദാൻ A ഗ്രേറ്റർ ദാൻ പിന്നെന്താണ് B. സോ ആൻസർ ഓപ്ഷൻ 3 കിട്ടും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇസ് given statement ആണ് തന്നിരിക്കുന്നത്. Given below are two statements. Statement 1, the Lucas test primary, secondary and tertiary alcohols are distinguished on the basis of their reactivity with the concentrated HCl and zinc chloride known as Lucas reagent. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്ന HCl പ്ലസ് കോൺസെൻട്രേറ്റ് HCl പ്ലസ് ZnCl2. Primary alcohols are most reactive and immediately produce turbidity. Primary alcohols നമുക്കറിയാം turbidity തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇല്ല. സോ tertiary alcohols ആണ് അവിടെ വരേണ്ടിയിരുന്നത്. ഡെഫിനറ്റ് ആയിട്ട് 87ന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുക സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 88 ആണ് മക്കളെ. 88, which of the following is not formed when acetone react with 2-pentanone in the presence of dilute NaOH followed by heating? ശരിയല്ലേ? അപ്പോൾ ഇതും നമുക്ക് ഇത് കുറച്ചൊരു ഡയറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് അല്ല എങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിയേ, അത് ആക്ച്വലി ഇത് നമ്മൾ കണ്ടൻസേഷൻ ആൽഡോൾ കണ്ടൻസേഷൻ നമ്മൾ നോക്കിയാൽ മതി. നോക്കുക, ഇത് കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ഓഫ് അസറ്റോൺ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ഓഫ് അസറ്റോൺ ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. അതുപോലെ തന്നെ 3, 4, 3 and 4 എന്ന് പറയുന്നത് ക്രോസ് ആൽഡോൾ പ്രോഡക്റ്റ് ആണ്. ക്രോസ് ആൾഡോൾ പ്രോഡക്ട്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് വരും. ഓർത്തിരിക്കുക, ഇത് കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ഓഫ് അസറ്റോൺ ആണിത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ക്രോസ് ആൾഡോൾ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോട്ട് ഫോംഡ് എന്നാണ്. കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് നോട്ട് ഫോംഡ്. അപ്പം നോട്ട് ഫോംഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്ന ഏതായിരിക്കും? 2 തന്നെയായിരിക്കും ആൻസർ ചെയ്യുക. അപ്പം നോട്ട് ഫോംഡ് ആണ് മക്കളെ, പ്രത്യേകം ഓർത്തിരിക്കുക, നോട്ട് ഫോംഡ് ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഈസ് 89 എന്ന് പറയുന്നത് 10 ലിറ്റർ അല്ലേ, 10 ലിറ്റർ ഫ്ലാസ്ക് 64 grams of oxygen at 27 degrees Celsius. The pressure inside the flask, direct question ആണ്. PV is equal to what? N into R into T. Correct അല്ലേ? Pressure P is equal to what? N into R into T divided by V. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ശരിയല്ലേ? 64 grams of oxygen ആണ്. 64 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? മോളിക്കൂൾ ആണ്, ഓക്സിജൻ മോളിക്കൂൾ ആണ്. അപ്പോൾ എന്ത് കൊടുക്കുക? 32 into R 0.0831. correct alle? Into temperature is 27 degree, that means 300 Kelvin divided by volume is equal to what? 10 liter. So solve ചെയ്ത് നോക്കുക കുട്ടികളെ. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? പ്രഷർ എന്ന് പറയുന്നത് 4.9 ബാർ എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? 4.9 ആണ് ആൻസർ ആയിട്ട് വരിക. 4.9 ബാർ എന്ന് കിട്ടും. ഓപ്ഷൻ 4 വരും. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 90 എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. കാർബൺ നമ്പർ കൊടുക്കുക 1 2 3 4 5 6. കറക്റ്റ് അല്ലേ? അപ്പോൾ പ്രയോറിറ്റി ഓർഡർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും മക്കളെ എന്തായിരിക്കും. 1 ബ്രോമോ. ശരിയല്ലേ? 1 ബ്രോമോ. അതുപോലെ
പിന്നെ 5 chloro, then 4th പൊസിഷനിൽ 4 methyl group, 4 methyl hexane എത്രയാണ് 3 എന്ന് നമുക്ക് കിട്ടും. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. എന്താ ഇത് തന്നെയായിരിക്കും ഓപ്ഷൻ 1. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട ചന്ദ്ര സാറ് അടുത്ത ഫിസിക്സ് പാർട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നതാണ്. താങ്ക് യു. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. നമ്മുടെ ഫിസിക്സിലെ ലാസ്റ്റ് 10 സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പമായിരുന്നു നമ്മുടെ പേപ്പർ, വളരെ ഈസി ആയിരുന്നു. കുട്ടികളൊക്കെ ഫുൾ സ്കോർ ചെയ്ത ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ 40 ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ദ 41st ക്വസ്റ്റ്യൻ ആണ്. ഇത് മോഡേൺ ഫിസിക്സ് ചെയ്യുന്നതാണ്, നമ്മുടെ ക്ലാസ്സിൽ എടുത്ത് തന്നെയാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു. എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ 189 splits into 2 nuclei having mass number 125 and 64. The ratio of the radius ആണ്. എല്ലാവർക്കും അറിയാം റേഡിയസ് എന്ന് പറയുന്നത് a⁻⁴ പ്രപ്പോർഷണലാണ്. അപ്പോൾ റേഡിയസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് മാസ് നമ്പറിന്റെ 1/3 പവറിന്റെ റേഷ്യോയ്ക്ക് പ്രപ്പോർഷണലാണ്. അപ്പോൾ അവന്റെ റേഡിയസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് 125⁻⁴ ഡിവൈഡ് ബൈ 64⁻⁴. ആൻസർ കിട്ടിയല്ലോ? യെസ്, ക്ലിയർ? ഓക്കെ. Going to the next question, 42. It's a very direct question from electrostatics. 2 point charges minus q and plus q are placed. കേട്ടപ്പോഴേ മനസ്സിലായി dipole ആണ്. At a distance of L are shown. Okay. The magnitude of the electric field intensity at a distance R, which is very much higher than L, varies as. അപ്പോൾ R very much greater than L എന്ത് തരുന്നു? ഇതൊരു ഷോർട്ട് ഡൈപോൾ ആണെന്ന് തരുന്നു. ഷോർട്ട് ഡൈപോളിന്റെ ഏത് പോയിന്റ് എടുത്താലും, ആക്സിയൽ പോയിന്റ്, ഇക്വറ്റോറിയൽ പോയിന്റ്, എനി ജനറൽ പോയിന്റ് സറൗണ്ടിങ് ഡൈപോൾ, ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേരിയിങ് ഇൻവേഴ്സ്ലി വിത്ത് ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? യെസ്. ഇത് ചുമ്മാ ഡയമെൻഷൻസ് പിടിച്ചെഴുതാനാണ്. ടേംസ് എല്ലാം തന്നെ ഗ്രാവിറ്റേഷണൽ ചാപ്റ്റർ എന്നുള്ളതാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ എല്ലാവർക്കും മനസ്സിലായി, അല്ലേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മതി. എന്ത് എനർജിക്കും ഒരേ ഡയമെൻഷനാണ്, അല്ലേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലേ വർക്ക് ബൈ മാസ് ആണ്. ഗ്രാവിറ്റേഷൻ ഇന്റൻസിറ്റി ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. L(T⁻²) എന്നാണ് വരുന്നത്. ഇതാണ് 43. അത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഇറ്റ്സ് ദ സെക്കൻഡ് ഓപ്ഷൻ വി ആർ ഗെറ്റിംഗ്. ഓക്കെ. Now, question number 44. Two transparent media A and B are separated by a plane boundary. The speed of light in this media are so much. The critical angle. എല്ലാവർക്കും അറിയാം critical angle എന്ന് പറയുമ്പോൾ sine of critical angle is equal to refractive index of the error medium by refractive index of the denser medium. And you know the refractive index is varying inversely with the velocity. That's why ഇങ്ങനെ വരും ഇത്. It's 1.5 10⁻⁸ is denser, rarer, and 2 into 1.5 into 10⁻⁸. It's a smaller velocity, means it's a denser medium. 2 into 10⁻⁸, it's a higher velocity, it's a rarer medium. So naturally, when you come, the answer will be 1.5 by 2, 0.75. So sine inverse 0.75 is our answer. Okay. Now it's a very direct theoretical question. നിങ്ങളുടെ ക്ലാസ്സിൽ കണ്ടക്സിലേക്ക് എടുത്തപ്പോൾ ടീച്ചേഴ്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്ന സിറ്റുവേഷനിൽ ചെറിയ റെസിസ്റ്റൻസ് വാല്യൂസ് ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക. ദാറ്റ്സ് വൈ ദ ആൻസർ ഈസ് വെരി ഡയറക്ട്ലി ലൈക്ക് ദിസ്. ഓക്കെ. Two pendulums of length 121 cm, 100 cm start vibrating in phase. At some instant, the two are in their mean position in the same phase. The minimum number of vibrations of the shorter pendulum, after which the two are again in phase vibration. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒത്തിരി തവണ നിങ്ങൾ പരീക്ഷയിൽ എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇതിനകത്ത് ഉണ്ടാവില്ല. എന്നാലും അറിയാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഷോർട്ടർ പെൻഡുലം എന്ന് പറയുന്നതിന് ലെന്ത് കുറവാണ്. ലെന്ത് കുറവെന്ന് വെച്ചാൽ ടൈം പീരീഡ് കുറവാണ്. ടൈം പീരീഡ് കുറവെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ കൂടുതൽ ഓസിലേഷൻസ് വരിക ഷോർട്ടർ പെൻഡലത്തിനാണ്. ലോങ്ങർ പെൻഡലത്തിന് ലെന്ത് കൂടുതലാണ്, ടൈം പീരീഡ് കൂടുതലാണ്, കുറച്ച് സ്ലോയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. രണ്ട് ഇൻ ഫേസ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 360 ഡിഗ്രി വരണം. അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്ര വരണം? 1 വരണം. അപ്പോൾ ഒരു t സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇതാണ് ഐഡിയ. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. n ഇൻറ്റു നമുക്ക് റൂട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് വാട്ട് the shorter pendulum is equal to, അല്ലേ? അപ്പോൾ ഷോർട്ടർ പെൻഡുലം n ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലോങ്ങർ പെൻഡുലം n-1 ഓസിലേഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. L എന്ന് എഴുതിക്കുന്നത് ലെങ്ത് ഓഫ് ദ ലോങ്ങർ പെൻഡുലം. ഇത് റൂട്ട് ഓഫ് LS 10n വരും. ഇവിടെ എത്ര വരും? ഇത് റൂട്ട് ഓഫ് 121 11 വരും. 11 into n-1 വരും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 11. ഓക്കെ.
Now, it's a very direct question. Ampere's circuital law അനുസരിച്ച് from Ampere's circuital law for a long straight wire of circular cross section carrying a steady current, the variation of magnetic field in the inside and outside region of the wire is very direct. നിങ്ങൾക്കറിയാം ആംപെയർ സർക്കിൾ തീർത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കേസാണ്, വളരെ ഡയറക്റ്റ് കേസാണ്. നിങ്ങൾക്കറിയാം ഇൻസൈഡ്, അപ്പോൾ ഇങ്ങനെയാണ് ആക്സസ് എങ്കിൽ ഇൻസൈഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആറിന് പ്രപ്പോർഷണൽ ആണ്, ഔട്ട്സൈഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് 1/r പ്രപ്പോർഷണൽ ആണ്. ഗ്രാഫ് നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. തേർഡ് ഓപ്ഷൻ ആണ് എ ലീനിയർലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് r up to the boundary and then decreasing one with 1/r. Option 3 is correct. It's a direct theoretical question. ഈ ഗ്രാഫ് ഓർക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ. Now, the area of a rectangular field. So, rectangle, area, length into breadth. അത് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. It's directly area is 55.3 into 25 ആണ്. ഇത് ചെയ്യുമ്പം 1382.5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആൻസർ 3 അല്ലേ? നിങ്ങൾ വിചാരിക്കില്ല, തീർച്ചയായും അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും എന്ന് പറയായിരുന്നു. തേർഡ് ഓപ്ഷനാണ് ആൻസർ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എഴുതണം. കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഫൈനൽ ആൻസറിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെ കണ്ടു, ഇതിന് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇതിന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതുകൊണ്ട് ഫൈനൽ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ 1400 എന്ന് എഴുതിയിട്ട് അതിന് 14 into 10 square എന്ന് എഴുതേണ്ടി വരും. That's why the answer is 4. Clear? Okay. Now, from the electromagnetic induction, കണ്ടോ, ശരിക്കും പറഞ്ഞാൽ എ സി ജനറേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എ ബിഗ് സർക്കുലർ കോയിൽ ഓഫ് 1000 turns and average radius 10 meters rotating about its horizontal diameter 2 radian per second. The vertical component of Earth's magnetic field at the place is 2 into 10 raised to -5 Tesla and the electrical resistance of the coil is 12.56 ohm. Then the maximum induced current in the coil, very simple. ഈ എ സി പ്രൊഡക്ഷൻ്റെ ഒരു കേസാണ്. മാക്സിമം ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുമ്പോൾ മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് NBA ω/R വരും. എല്ലാ വാല്യൂസും ഉണ്ട്. N തന്നിട്ടുണ്ട് 1000, you can give. B തന്നിട്ടുണ്ട് 2 into 10 raised to -5. ഏരിയ πr സ്ക്വയർ ആണ്, നിങ്ങൾക്കറിയാം. πr സ്ക്വയർ ആകുമ്പോൾ π into 10 സ്ക്വയർ, അപ്പോൾ 100 π. പിന്നെ ഒമേഗ തന്നിട്ടുണ്ട് 2 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 12.56 ആണ് കേട്ടോ. 10 raised to -5 ഇവിടെ 110 കൂടെ ആകുമ്പോൾ പോവും. അപ്പം പിന്നെ വരുന്ന 4π by 12.56 is also 4π. 4π by 4π it's 1 ampere is the answer. Very direct question. Direct substitution. And finally, our last question from the physics is from the AC chapter. A series LCR circuit with inductance 10 Henry, capacitance 10 microfarad, resistance 50 ohm is connected to an AC source of voltage so much. If the resonance frequency of LCR circuit is nu 0 and the frequency of the AC source is nu, you have to find both. AC source in a frequency കണ്ടുപിടിക്കാൻ കണ്ട ഇക്വേഷൻ എടുക്കുക. sin omega t എന്നുള്ള ഫോമിലാണ്. ഒമേഗ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഫ്രീക്വൻസി ω/2π, 100/2π, so it is 50/π. ഇതാണ് ഫ്രീക്വൻസി. റെസൊണൻസ് ഫ്രീക്വൻസി എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് 1/2π into √LC ആണ്. 1/2π into √L എന്ന് പറയുന്നത് 10 ആണ്. സി 10 into 10 raised to -6. അപ്പോൾ 10 raised to -4, 100, 100/2π again, 100/2π, so it's again 50/π. ഓക്കെ, ഇപ്പോൾ 2 ഈക്വൽ ആണ്. സെക്കൻഡ് ഓപ്ഷൻ വരും. ന്യൂ 0 ന്യൂ ഈക്വൽ ടു 50/π. വി ആർ ഫിനിഷിംഗ് ആൻഡ് എല്ലാവരും ചെയ്ത് കാണും. 50 ക്വസ്റ്റിനും 45 ക്വസ്റ്റിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ കെമിസ്ട്രി ടോപ്പിക്സിൻ്റെ ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കെമിസ്ട്രിയുടെ 40 ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു എന്നറിയാം. നിങ്ങൾ ബ്രില്യൻ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ കെമിസ്ട്രിയിലൂടെ കടന്നു പോയതെന്ന് അറിയാം. അടുത്ത ലാസ്റ്റ് 10 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ വേഗം കടന്നു പോവുകയാണ്. ക്വസ്റ്റ്യൻ 90 വന്ന് നിങ്ങളെല്ലാവരും ചെയ്ത് ഒരുപാട് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ന്യൂട്രൽ ഓർ ഫെയിലി ആൽക്കലൈൻ മീഡിയം KMnO ഫോർ ഓക്സിഡൈസസ് അയഡൈഡ് ടു അയഡൈറ്റ് അല്ലെ, IO- ടു IO3- പോയിരിക്കുന്നത് അല്ലെ. അയഡൈഡ് ടു അയഡൈറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ദി മാംഗനീസ് ഇൻ ദി റിയാക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം MnO4- നിന്ന്, ഞാൻ ബാക്കി റിയാക്ഷൻസ് ഒന്നും എഴുതുന്നില്ല, MnO4- നിന്ന് എത്രയിലേക്ക് പോവാണ്? MnO2 പോവാണ് അല്ലെ, MnO2 പോവാണ്. അപ്പം എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് വരുന്നത്? +7 നിന്ന് +4 ചേഞ്ച് വരുന്നത്. +7 നിന്ന് +4 ചേഞ്ച് വരുന്നത്. എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയെന്നറിയാം. സ്ട്രേറ്റ് അവേ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓർഗാനിക്കിൽ നിന്നുണ്ടായിരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് ബെൻസൈൽ സൈൻ നടത്തിയിരിക്കുന്നത്, അതിൽ ഫസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ് അല്ലെ. റിഡക്ഷൻ നടന്ന് എന്തായിട്ട് മാറുന്നു? അത് അമീനായിട്ട് മാറുന്നു. അതിനുശേഷം ഡൈസോട്ടൈസേഷൻ നടക്കുന്നുണ്ട്. അതിനുശേഷം ഹൈഡ്രോളിസിസ് നടക്കുന്നു. എന്തായിട്ട് മാറുന്നു മക്കളെ?
ആൽക്കഹോൾ ആയിട്ട് മാറുന്നു. എല്ലാ കുട്ടികൾക്കും ആൻസർ അറിയാം എന്നറിയാം. ഓപ്ഷൻ 4 ആണ് ആൻസർ. എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ് അല്ലെ. ഈസി ആയിട്ട് ഓർഗാനിക് പാർട്ടിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു 92nd ക്വസ്റ്റ്യൻ. സോ സ്ട്രേറ്റ് അവേ 93rd ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പക്ക NCERT-യിൽ നിന്നുള്ള ക്വസ്റ്റൻ ആയിരുന്നു 93rd ക്വസ്റ്റ്യൻ. എനിക്കറിയാം ബെർലിനിലെ കുട്ടികളൊക്കെ NCERT കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ലാത്ത ഒരു ക്വസ്റ്റൻ ആണ്. ദ പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഗെറ്റ്സ് എൻഹാൻസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അല്ലെ. ദ പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഗെറ്റ്സ് എൻഹാൻസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏതൊക്കെയാണ് മക്കളെ നോക്കിയേ? പാർട്ടിക്കുലേറ്റ് മാറ്റർ. അതെ, നമ്മുടെ NCERT-ൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് പാർട്ടിക്കുലേറ്റ് മാറ്റർ. അടുത്തത് ഏതാണ്? ഓസോൺ. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബണിലെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഏത് വരും? ABD. അതായത് ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ഓപ്ഷൻ എത്രയായിരിക്കും? 2 ആയിരിക്കും. ആൻസർ എത്രയായിരിക്കും? 2 ആയിരിക്കും. എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. എല്ലാ കുട്ടികൾക്കും അതിന്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. സോ സ്ട്രേറ്റ് അവേ വി ആർ മൂവിംഗ് ടു ദ 94th ക്വസ്റ്റ്യൻ അല്ലേ. വീണ്ടും നമുക്ക് ഹൈഡ്രോ കാർബണിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കോമ്പൗണ്ട് എക്സോൺ റിയാക്ഷൻ വിത്ത് O3. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ മനസ്സിലായി എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് ഒസനോലിസിസ് ആണ് അല്ലേ. ഒസനോലിസിസ് ആണ് നടന്നിരിക്കുന്നത്. ഫോളോഡ് ബൈ സിങ്ക് H2O ഗീസ് ഫോർമാൽഡിഹൈഡ്. നമ്മൾ ലൈവിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫോർമാൽഡിഹൈഡ് ആൻഡ് 2-മിഥൈൽ പ്രൊപ്പനാൽ പ്രൊഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഒസനോലിസിസ് ആണ് നടക്കുന്നത്. സോ ഓപ്ഷൻ ഏതാണ്? ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ചെയ്ത അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയതാണ്. ഏതാണ്? 3-മിഥൈൽ ബ്യൂട്ട് 1 അല്ലേ. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കോമ്പൗണ്ട് എക്സിന് റിഡക്ഷൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒസനോലിസിസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒസനോലിസിന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് റിയാക്ടന്റ് എന്ന് എഴുതിയാൽ മതി. സോ ഓപ്ഷൻ ഏത് വരും? 94 ആൻസർ 1 ആണ് അല്ലെ. എല്ലാ കുട്ടികൾക്കും കിട്ടിക്കാണും. സോ സ്ട്രേറ്റ് അവേ വി ആർ മൂവിംഗ് ടു ദ 95th ക്വസ്റ്റ്യൻ. ആക്ച്വലി ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി അല്ലെ. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? E0 സെൽ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആ EMF ഓഫ് ദി സെല്ലാണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് അല്ലേ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ചേഞ്ച് വന്നു. 10.5 എന്നാണ് വന്നിരിക്കുന്നത്. 10.5 വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഓപ്ഷനിലുള്ള ആൻസേഴ്സ് ഒന്നും വരത്തില്ല. ആക്ച്വലി അത് വരേണ്ടത് 1.05 എന്നാണ് വരേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആണ്. 1.05 വന്നാൽ നിങ്ങൾക്ക് 0.9615 എന്നൊരു ആൻസർ കിട്ടും. ഡയറക്റ്റ് നേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്ട്രാ ഒരു 5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ straight away we are moving to the 96th question അല്ലെ. 96th ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ തന്നിരിക്കുന്നത്? 3O2 gives 2O3 from the above reaction at 298 Kelvin. Kc is found to be 3 into 10 raised to minus 59. If the concentration of O2 at equilibrium is 0.040, then concentration of O3 in M is കണ്ടുപിടിക്കണം. അതായത് നമുക്ക് KCD ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. KCD ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? KC ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 3 into 10 raised to minus 59 ആണ്. 3 into 10 raised to minus 59 തന്നിട്ടുണ്ട്. എന്താ KC എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് എന്ത് തന്നിട്ടുണ്ട്? ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.38 into 10 raised to minus 32 എന്ന് കിട്ടും. 4.38 into 10 raised to minus 32 എന്ന് കിട്ടും. അതായത് ആൻസർ 1 ആയിരിക്കും. So we are moving to the straight away 97th question. അല്ലെ. ഇഫ് ദ റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ദി ഹീലിയം He+, അതപ്പോൾ നമുക്ക് റേഡിയസ് ഇവിടെ നിങ്ങൾക്ക് റേഡിയസ് റേഷ്യോ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്കറിയാം R=R0 × n²/z ചെയ്താൽ മതി. രണ്ടെണ്ണത്തിലെയും റേഷ്യോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്താൽ ആൻസർ എത്രയായിരിക്കും വരിക? ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഓപ്ഷൻ ആയിരിക്കും വരിക. 97 is 158.7 ആയിരിക്കും ആൻസർ വരിക. സോ സ്ട്രേറ്റ് അവേ നമ്മൾ 98th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു അല്ലെ. ഇവിടെ കുട്ടികളൊക്കെ ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു. കാരണം ഇവിടുത്തെ മോഡൽ എക്സാംസിലൂടെ കടന്നുപോയപ്പോൾ, സീരീസ് ഓഫ് മോഡൽ എക്സാംസിലൂടെ കടന്നുപോയപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയി എന്ന് അനവധി കുട്ടികൾ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. സോ നമ്മൾ സ്ട്രേറ്റ് അവേ 98th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാച്ച് ദ ഫോളോയിങ് ആണ്. ഹേമറ്റേറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? Fe2O3 അല്ലെ. മാഗ്നറ്റേറ്റ് ആരാണ്? Fe3O4. കലാമിൻ ആരാണ്? ZnCO3. കാലോനേറ്റ് ആരാണ്? Al2OHSO4. ഏതാ മക്കളെ ഓപ്ഷൻ? എ വരുന്നത് 3 ഓടല്ലേ? എ വരുന്നത് 3 ഓടല്ലേ? ബി വരുന്നത് 2 അല്ലേ? എ വരുന്നത് 3 ആണ്, ബി വരുന്നത് 2 ആണ് അല്ലെ. എ വരുന്നത് 3 ആണ്, ബി വരുന്നത് ഏതാണ്? 1 ആണ്, ബി വരുന്നത് 1 ആണ്. സി വരുന്നത് ഏതാണ്? സി വരുന്നത് 2 ആണ്, ഡി വരുന്നത് ഏതാണ്? 4 ആണ്. സോ 98 നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. 98 നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. സോ സ്ട്രേറ്റ് അവേ നമ്മൾ 99th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
99th ക്വസ്റ്റിലേക്ക്. ഇവിടെ നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ നിന്നുള്ള നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഈ വർഷം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. സാധാരണയിൽ നിന്ന് മാറ്റമായിട്ട് ഒന്നിലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഡയറക്ട്ലി ഡെൻസിറ്റി ഇക്വേഷനിൽ നിന്ന് മാസ് കണ്ടുപിടിച്ചാൽ മതി. ഡെൻസിറ്റി ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, Z/m/na/a³ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ നിങ്ങൾ ആരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ നിങ്ങൾക്ക് ആൻസർ 99 ഓപ്ഷൻ 1 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? ഓപ്ഷൻ 1 എന്ന് കിട്ടും. ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇക്വേഷൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എം എത്രയെന്ന് കിട്ടും? 63.1 എന്ന് കിട്ടും. സോ സ്ട്രേറ്റ് അവേ നമ്മൾ കെമിസ്ട്രിയുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A gives product അല്ലെ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് A is ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.1 മോളാർ which becomes 0.001. ഫൈനൽ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട് 0.001 മോളാർ. ആഫ്റ്റർ 5 minutes റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് K ആണ് ഇവിടുന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ട്രേറ്റ് അവേ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ K is equal to 2.303/T log ഇനിഷ്യൽ ബൈ ഫൈനൽ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഡയറക്ട്ലി നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ സ്ട്രേറ്റ് അവേ കിട്ടും. സോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ എത്രയാണ് കിട്ടുന്നത്? 0.9212 എന്നായിരിക്കും കിട്ടുക. സോ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് ആൻസർ ഈസി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു പാടുമില്ലാത്ത ക്വസ്റ്റൻ ആണ്. 0.9212 എന്ന് കിട്ടും. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കെമിസ്ട്രിയിലൂടെ കടന്നുപോയത്. എന്നാൽ ചില ഒളിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളും NCERT-ക്കുള്ളിൽ നിന്ന് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്ത് പഠിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. തീർച്ചയായിട്ടും ബ്രില്യന്റിലെ ഒട്ടനവധി കുട്ടികൾ നമ്മളെ വിളിച്ച് പറയുകയുണ്ടായി അവർക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു എന്ന്. ഇത് കാണുന്ന എല്ലാ കുട്ടികൾക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.